അപ്പോൾ ഈ ആവർത്തന പാറ്റേൺ നമ്മൾ മനുഷ്യന്മാരിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ലോകം തേച്ച് നിലനിൽക്കുന്നതും അതിൻ്റേതായിട്ടുള്ള ഒരു ശാസ്ത്രം അതിന് വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരു രീതി അവിടെ നിലനിർത്തുന്നുണ്ട്. ഓരോരാളുടെ ചിന്താഗതിയും ഇതിൽ ഈ പറയുന്ന പോലെ ഈ വൈബ്രേഷൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അവരുടെ ആഗ്രഹങ്ങളും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഏഞ്ചൽ നമ്പറിൻ്റെ ആവർത്തനം കൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എളുപ്പമാക്കാറുണ്ട്. ഇപ്പോൾ രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട്, അല്ലെങ്കിൽ പകലുണ്ടെങ്കിൽ രാത്രി. അത് പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു എനർജി ബാലൻസിങ് ഉണ്ട്. ഞാൻ 8 ജനിച്ചു, എനിക്ക് 8 തന്നെ വേണം എന്നത് അതിനെക്കൊണ്ട് അർത്ഥമില്ല. 1 എന്ന നമ്പർ അത് എന്താ പറയുക, ലീഡറിൻ്റെ എനർജിയാണ്. അപ്പോൾ അവർ അത് തന്നെ എടുക്കുമ്പോഴേ ശരിക്കും ഇതേപോലെ ഒരു ലീഡറാകുമ്പോൾ ഈഗോ ക്ലാഷ് വരാനാണ് കൂടുതൽ സാധ്യത. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിലേക്ക് വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ന്യൂമറോളജിസ്റ്റായ സുനീഷ് തമ്പാനാണ്. സർ നമസ്കാരം. വൈബ്രേഷൻസ്, ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് ഒരു വൈബ്രേഷനിലാണല്ലോ. തീർച്ചയായിട്ടും വൈബ്രേഷൻ തന്നെയാണ് എല്ലാവരുടെ ഹൃദയം മുതൽ അല്ലേ, എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈബ്രേഷൻ തന്നെയാണുള്ളത്. അപ്പൊ ഈ സംഖ്യകൾക്ക്, അതായത് സംഖ്യകൾ ഉണ്ടാവുന്നതിന് മുന്നേ ഈ വൈബ്രേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഈ സംഖ്യകൾക്ക് വൈബ്രേഷൻ, അല്ലെങ്കിൽ സംഖ്യകൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരു വൈബ്രേഷൻ, തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് നമ്മൾ ഓക്കെ, നിങ്ങൾ ആദ്യം ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സംഖ്യകൾ ഉള്ളതിന് മുമ്പേ വൈബ്രേഷൻ ഉണ്ട് എങ്കിൽ ആ വൈബ്രേഷൻ ഇട്ട പേര് അല്ലെങ്കിൽ ആ നമ്പറാണ് അതിനിട്ട, അല്ലെ, മനുഷ്യന്മാർക്ക് അതിന് തിരിച്ചറിയാൻ ഓരോ ഘട്ടത്തിനും ഓരോ പേര് കൊടുക്കണമല്ലോ. അത് തന്നെയാണ് ഈ ന്യൂമറോളജി, സംഖ്യാശാസ്ത്രം എന്നുള്ളത്. അപ്പോൾ ഇത് ഉദാഹരണത്തിന് നമ്മൾ യൂണിവേഴ്സ് നോക്കുകയാണെങ്കിൽ, അല്ലെ, ഓരോന്നും പല പല യൂണിവേഴ്സായിട്ട് നിൽക്കുന്നു. അതിനിടയിൽ ഒരു യൂണിവേഴ്സ്, ഒരു സൗരയൂഥത്തിന് ഉള്ളിൽ സൂര്യനും നവഗ്രഹങ്ങളും ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ നക്ഷത്രങ്ങളും ഇഷ്ടം പോലെ അതിങ്ങനെ നടന്നു. അപ്പോൾ നമുക്കറിയാവുന്ന, അല്ലെ, കുറച്ചെങ്കിലും കൂടുതൽ അറിയാവുന്ന ഒരു സംഭവമാണ് ഈ സൗരയൂഥം. ഇതിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, പിന്നെ സൂര്യന് ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കറങ്ങുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ദിവസം ഉണ്ടാകുന്നു, ഇത് ചുറ്റുമ്പോഴും ഒരു വർഷം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്പർ വേണ്ടി വരുന്നു. നമുക്കിതിനെ മനസ്സിലാക്കാൻ ഇതിന് നമ്പർ ഇട്ട് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈ ഈ ഒരു സമയത്തിനെ കണക്ക് കൂട്ടി അതിന് പിന്നെ 24 ഭാഗങ്ങളായി തിരിക്കുന്നു. അപ്പോൾ 24 മണിക്കൂറാകുന്നു. അതുപോലെ 365 ദിവസം, അതിനും ദിവസങ്ങൾ നമ്പർ ഇടുന്നു, അതിനെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ അതിന് ശേഷം മനുഷ്യനുണ്ടായ പിന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് ഈ വൈബ്രേഷന്, അല്ലേ, നമ്മൾ നമ്പർ ഇട്ടേ പറ്റുള്ളൂ. അതുപോലെ ഈ ഭൂമി കറങ്ങുന്നത് കൊണ്ട് ഋതുക്കൾ ഉണ്ടാകുന്നു. ഓരോ ഋതുക്കളും, അല്ലേ, നമുക്ക് മഴക്കാലം ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ കാലത്തും അതിനനുസരിച്ചിട്ടുള്ള സസ്യങ്ങളും പിന്നെ ജന്തുക്കളും, അല്ലെങ്കിൽ ഓരോ ഈ ഋതുക്കൾ കൊണ്ട് തന്നെ വ്യത്യാസം വരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും വ്യത്യാസമാകുന്നു. ചില സ്ഥലത്ത് വളരെ തണുപ്പുള്ള സ്ഥലത്ത് അതിനനുസരിച്ചുള്ള ജീവികൾ ഉണ്ടാകുന്നു, അല്ലേ, അതും വേറെ എവിടെയും ഉണ്ടാകുന്നില്ല. അതുപോലെ പിന്നെ വളരെ ചൂട് കൂടിയ സ്ഥലത്ത്, അല്ലേ, ഒട്ടകം പോലെയൊക്കെയുള്ള അതുപോലെയുള്ള മൃഗങ്ങളും ജീവികളും ഉണ്ടാകുന്നു. കടലിലാണെങ്കിൽ മറ്റു തരത്തിൽ. അതൊക്കെ ഈ കറക്കത്തിനനുസരിച്ചിട്ടുള്ള പിന്നെ ഭൂമിയിൽ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് ഇവിടെ പ്രകൃതി ഉണ്ടാകുന്നു. അതുപോലെ വലിയ വനങ്ങളിൽ തന്നെ പിന്നെ അവിടെയും കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടോ മറ്റു കാരണങ്ങളും ഉണ്ടാകും. ഓരോരോ പാറ്റേൺ, ഇന്ന സ്ഥലത്ത് ഇന്ന മരങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇന്ന ജന്തുക്കൾ അവിടെ കൂടുതൽ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ ലോകത്തിൽ വിവിധങ്ങളായിട്ട് ഈ സൂര്യന് ചുറ്റുമുള്ള കറക്കം കൊണ്ടും ഇതും പാറ്റേൺ ഉണ്ടാകുന്നു. ഈ പാറ്റേണിന് നമ്മൾ കൊടുത്ത നമ്പർ, അല്ലെ, പൈതഗോറിയൻ ആണല്ലോ ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ പൈതഗോറിയൻ ന്യൂമറോളജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഈ ശാസ്ത്രം ഈ സംഭവമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറേ അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ ഓരോ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അനുപാതം തന്നെ നമ്മൾ നോക്കുക, അതും ഒരു ഈക്വലായിട്ട് ലോകം ഓട്ടോമാറ്റിക്കായി അത് സെറ്റായിട്ട് വരുന്നു. ഈ നമ്പറുകൾ എല്ലാ സ്ഥലത്തും ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നതാവും. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ആവർത്തന രീതി, എല്ലാത്തിനും ഒരു ആവർത്തന രീതിയുണ്ട്, അല്ലേ. നമുക്ക് ഈ ഋതുക്കൾ ഉണ്ടാകുന്നതാണെങ്കിലും ഇതിനെല്ലാം. അപ്പോൾ ഈ ആവർത്തന പാറ്റേൺ നമ്മൾ മനുഷ്യന്മാരിലേക്ക് കൊണ്ടുവരുന്നു. അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും എനർജിയും അനുസരിച്ചിട്ട് ഈ രീതിയിൽ പോകുമെന്ന് മനസ്സിലാക്കുന്നു. അതാണ് അതിൻ്റെ ഏകദേശം മോഡൽ. പിന്നെ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാണ്. ഒരു ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ വർഷം കണ്ടുപിടിച്ചത് ക്രിസ്തുവിന് ശേഷമാണ് നമ്പർ വരുന്നതെന്നൊക്കെ പറയാം. അതിന് ശേഷം
ആ എനർജിക്ക് അനുസരിച്ചിട്ടുള്ള പഠനങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ എനർജി, അതാണ് ഞാൻ പറയുന്നത്, ഒരു ശാസ്ത്രത്തിൽ ആ ശാസ്ത്രത്തിൻ്റെ അറിവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിലേക്ക് നമ്മൾ ജ്യോതിഷം കലർത്തരുത്. അല്ലെങ്കിൽ ന്യൂമറോളജി തന്നെ, ഇപ്പോൾ ഇന്ത്യൻ തമിഴ് ന്യൂമറോളജി ഉണ്ട്, അതുപോലെ പൈത്തഗോറിയൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, അങ്ങനെ വിവിധ രാജ്യങ്ങളിലും ഉണ്ട്. അവിടുത്തെ ഗുരുക്കന്മാർ അവിടെയുള്ള എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് കാൽക്കുലേഷൻ ചെയ്ത് ഈ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് വർക്ക് ചെയ്യുന്നു. അതാണ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ പിന്നീട് വന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഇതിൽ പഠിച്ച് വന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൽ. ഇപ്പം ഞാൻ ടി വിയിൽ ഫോണിംഗ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒട്ടേറെ ആൾക്കാരുമായിട്ട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അനുഭവം ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് നമ്മളിത് കൈമാറുകയും ചെയ്യാണ് പുസ്തകങ്ങളിലൂടെ. ഈവൻ മറ്റ് ഇപ്പോൾ വീഡിയോ ആണെങ്കിലും എല്ലാം അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിന് തുടക്കം കുറിച്ച ഇതിൻ്റെ ഗുരുക്കന്മാരുണ്ട്. അതിനനുസരിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ഗുണകരമായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറിച്ച് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അതുപോലെ ഈ ഇന്റൻഷൻ, ഒരു ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആഗ്രഹം സാധിക്കാനോ, അല്ലെങ്കിൽ ഒരു ഫോക്കസ്ഡ് തോട്ട് ഒരു ലക്ഷ്യം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഇതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പർ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നമ്പേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും വൈബ്രേഷൻ, ആ നമ്പറിന്റെ വൈബ്രേഷൻ അതിനുണ്ട്. അതിന് കുറെ എന്താ പറയുക, ഏഞ്ചൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മളെ തോട്ടിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ്റെ തരംഗ രൂപത്തിൽ അതിനെ ഇത്ര തവണ ആവർത്തിക്കുന്നത് കൂടുതൽ പവർഫുള്ളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകം തേച്ച് നിലനിൽക്കുന്നതും അതിൻ്റേതായിട്ടുള്ള ഒരു ശാസ്ത്രം അതിന് വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരു രീതി അവിടെ നിലനിർത്തുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പുരുഷന്മാർ ഇത്രയും ഉണ്ടാവുന്നു, അതിനനുസരിച്ചിട്ട് തന്നെ സ്ത്രീകൾ ഉണ്ടാവുന്നു. അതുപോലെ മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ആ ഒരു നമ്പർ അത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓരോരാളുടെ ചിന്താഗതിയും ഇതിൽ ഈ പറയുന്ന പോലെ ഈ വൈബ്രേഷൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അവരുടെ ആഗ്രഹങ്ങളും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ അങ്ങനെ പോകുന്നു. അതിന് സപ്പോർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഞ്ചൽ നമ്പറും ഉപയോഗിക്കുന്നത്. ഏഞ്ചൽ നമ്പറിൻ്റെ ആവർത്തനം കൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എളുപ്പമാക്കാറുണ്ട്. പിന്നെ മെഡിറ്റേഷൻ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ലക്കി നമ്പേഴ്സ്, നമുക്കിപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ ലക്കി നമ്പേഴ്സ് ഉണ്ട്. അതെ. അപ്പം ഓരോരുത്തർ പറയും അതെൻ്റെ ലക്കി നമ്പറാന്ന് പറയും. ഇപ്പോൾ CR7 ഒക്കെ അങ്ങനെയൊക്കെ പറയുമല്ലോ. അതെ. അങ്ങനെയൊക്കെ നോക്കുമ്പം ഓരോ വ്യക്തികൾക്കും അവരുടെ വൈബ്രേഷൻസിനനുസരിച്ചിട്ടായിരിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതെ. ഈ ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ വൈബ്രേഷനുകളും ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നുണ്ട്. അതേസമയം ഒന്നിനെ, ഇപ്പോൾ രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട്, അല്ലെങ്കിൽ പകലുണ്ടെങ്കിൽ രാത്രി, അത് പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു എനർജി ബാലൻസിങ് ഉണ്ട്. അതാണ് ഈ ലോകം തന്നെ. അത് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും എനർജി അതിൻ്റെ മറ്റൊരു മുഖമുണ്ട്. അപ്പോൾ ഈ എനർജി ബാലൻസിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവർക്ക് ചിലവർ 8-ാം തീയതി ജനിച്ചു, ചില ആൾക്കാർ പറയുന്നത് 8-ാം തീയതി തന്നെ ആണ് അവർ 8 എന്ന നമ്പർ തന്നെയാണ് അവരുടെ ഭാഗ്യ നമ്പർ എന്ന്. ചിലപ്പോൾ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എനർജി ഇവർക്ക് കൂടുതലുണ്ട്. ഏത് 8 എന്ന എനർജി ഇവർക്ക് ആവശ്യത്തിലധികം ഉണ്ട്. ഇല്ലാത്തത് അവരുടെ ലക്ഷ്യം നേടാൻ ഇനി ഇതിന്റെ കൂടെ വേറെ ഏത് എനർജിയാണ് വേണ്ടത്? അവിടെ കുറഞ്ഞിരിക്കുന്ന എനർജി. അതെ, അതെ. അവരുടെ ലക്ഷ്യം എന്താണ്? അവിടത്തേക്ക് പോകണമെങ്കിൽ, യാത്ര ചെയ്യണമെങ്കിൽ ഇവർക്ക് എന്ത് എനർജിയാണ് കുറവ്? ആ എനർജിയാണ് ഇവിടെ കൂടെ വേണ്ടത്. അല്ലാതെ ഞാൻ 8-ൽ ജനിച്ചു, എനിക്ക് 8 തന്നെ വേണം എന്നത് അതിനെ കൊണ്ട് അർത്ഥമില്ല. അല്ല, പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ. ഞാനിപ്പോ ഈവൻ എന്റെ പോലും ഞാനും അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. നമ്മുടെ ബർത്ത് ഡേറ്റ് അനുസരിച്ച് എന്റെ ലക്കി നമ്പർ. ഇപ്പൊ പ്രത്യേകിച്ച് 1 എന്ന നമ്പർ, അത് എന്താ പറയാ, ലീഡറിന്റെ എനർജിയാണ് ശക്തമായിട്ടുള്ള. അപ്പോൾ അവർ അത് തന്നെ എടുക്കുമ്പോഴേ ശരിക്കും ഇതേപോലെ ഒരു ലീഡർ ആകുമ്പോൾ ഈഗോ ക്ലാഷ് വരാനാണ് കൂടുതൽ സാധ്യത. ഇവരുടെ ഇതേ സ്വഭാവമാണെങ്കിൽ അല്ലേ, ശരിക്കും ഇത് യോജിക്കണമെങ്കിൽ അന്ന് ഇവരെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവരുടെ പ്രൊട്ടക്ഷൻ കൂടുതലായിരിക്കും ഈ 1ന്റെ എനർജിക്ക്. അപ്പോൾ പ്രൊട്ടക്ഷൻ ആഗ്രഹിക്കുന്നതാണ് കണക്ട് ആവേണ്ടത്. അപ്പോഴാണ് അവിടെ സ്മൂത്ത്. അല്ലാണ്ട് ഇതേ എനർജി തന്നെ എന്നുള്ളത് അതൊരു തെറ്റായിട്ടുള്ളതാണ്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതാണ്. എന്ന് വെച്ചിട്ട് എല്ലാ നമ്പറും അങ്ങനെയല്ല. ഇപ്പം ഞാൻ ചില ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എന്താണ് മിസ്സിങ് ആയിട്ടുള്ളത്, ആ എനർജിക്ക് എന്താണ് കൂടുതൽ വേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് പരിപൂർണ്ണ ആനന്ദമാരായിരിക്കണം. അതിൻ്റെ രണ്ടാമത്തെ സാധനമാണ് നമുക്ക് സമാധാനമെങ്കിലും വേണം എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് സമാധാനം വേണം.
സമാധാനം അല്ല യഥാർത്ഥം. നമ്മൾ ഹാപ്പി, അതിൻ്റെ അപ്പുറമുള്ള കാര്യം, പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം എന്ന് പറഞ്ഞാൽ നോർമൽ ആണെങ്കിൽ ഹാപ്പിയാണ് പോസിറ്റീവ് പ്ലസ് ഉള്ള ഒരു സംഭവം. അതാണ് നമ്മൾ ആനന്ദവന്മാരായിരിക്കുകയാണ് വേണ്ടത്. അതിനനുസരിച്ചിട്ടാണ് ഈ ലക്കി നമ്പർ. അത് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത് രണ്ടും കൂടുമ്പോൾ അവർ ആനന്ദവന്മാരാകും. അതാണ് ലക്കി നമ്പർ. അതല്ലാതെ ഏതെങ്കിലും ഒന്ന് സംഭവിച്ച് അതേ നമ്പർ തന്നെ വേണം അങ്ങനെയൊന്നുമല്ല.